ഉറപ്പായും കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ രാഹുൽ എങ്ങനെയാണ് ഇപ്പോഴും നിരപരാധിയാണെന്ന് പറയാൻ കഴിയുക? രാഹുലിനെതിരെ ഒരു പരാതിയാണോ, 2 പരാതിയാണോ? പരാതികൾ 3 പരാതികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ശരി, രാഹുലിൻ്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി അത് കണ്ടെത്തുന്നതാണ്. പക്ഷേ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ MU എന്ന് പറയുന്ന പോലെ മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ്. ആ പരാതികളിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്, കേട്ടുകഴിവില്ലാത്ത ആരോപണങ്ങൾ. ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഈ ഒരു വലിയ സംഘം, ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ സംഘത്തിനൊരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് പറയാം, ഒരു കിങ് പിൻ ഉണ്ട്. അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഒരു ജേർണലിസ്റ്റിൻ്റെ പാർട്ട്ണർ, കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. അവരെന്നെ പറ്റി മാത്രമല്ല, വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണവർ. അവർ പിന്നെ CPM-ൻ്റെ ചേർന്ന് നിൽക്കുന്ന 2 പേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ പറയുകയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിലും എന്നോട് പേഴ്സണലി ചോദിച്ചു. അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് അങ്ങ് തരാം, എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം. ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിൽ ആരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത്, പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം. ഒരു 1 സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു.